സ്വന്തം മകനെ 20-ാം വയസ്സിൽ കാണാതാവുകയും 17 വർഷമായി കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു അമ്മയുടെ വേദന അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. എനിക്ക് എൻ്റെ മോനെ കണ്ടിട്ട് മരിക്കണം. പ്ലീസ് നിങ്ങളിത് സ്കിപ്പ് ചെയ്യരുത്. ഒക്ടോബർ 14 മോൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ 17 വർഷമായി. ഒക്ടോബർ വരുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. എനിക്ക് വിഷമം ഉണ്ട്. അത് അവനെ കണ്ടെത്തി കഴിഞ്ഞാൽ എനിക്കൊരു മനസ്സമാധാനമുള്ളൂ. കാരണം എന്നും എപ്പോഴും അവനെക്കുറിച്ച് ഓർമ്മയാണ്. 17 വർഷമായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കൊക്കെ എൻ്റെ മോൻ ഇന്നലെ പോയ പോലെയാണ് തോന്നുക. വരും എന്നുള്ള പ്രതീക്ഷയിലാണ് അന്ന് തുടങ്ങി ഇന്ന് വരെയും കാത്തിരിക്കുന്നത്. അപ്പം അച്ഛൻ മരിച്ചിട്ടാണെങ്കിലും അവൻ അറിഞ്ഞിട്ടില്ല. കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ബത്തേരി പോലീസ് അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷേ കണ്ടെത്താനായിട്ടില്ല. കണ്ടെത്തി കിട്ടുക എന്നത് ഒരു വലിയ അപേക്ഷയാണ്. എൻ്റെ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, മോനെ എടാ നീ ഇങ്ങനെ നാടുകണ്ടിക്കാരുടെ വണ്ടി മദ്രാസിന് പോകുന്നുണ്ട്, നിനക്ക് പോകാൻ പറ്റുമെങ്കിൽ നീ പോയെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അവൻ എൻ്റെ അടുത്ത് അടുക്കളയിൽ വന്നിട്ട് പറഞ്ഞു, അമ്മ എന്താ പറയണ്ടേ, ഞാൻ പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടില്ലെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. കാരണം ഞങ്ങൾ വീട്ടൊക്കെ മാറി കുറച്ച് കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല. എനിക്ക് മോൻ അങ്ങനെ പോകുന്നത് ഇഷ്ടമല്ല, ലോറിയിൽ പോകുന്നത് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ മനസ്സില്ലാ മനസ്സോടുകൂടിയാണ് അന്ന് പോയിട്ടുള്ളത്. വിഷമങ്ങൾ മാത്രമേ ഉള്ളൂ. മോനെക്കുറിച്ചുള്ളൊരു വിഷമം വല്ലാത്തൊരു വിഷമമാണ്. പിന്നെ എവിടെയെങ്കിലും സുഖമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും അവൻ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. അമ്മി വന്നിട്ടുണ്ട്, വരാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിലും അവന് ഞാൻ എടുത്തു കൊടുത്തേ ഒരു ഓണത്തിൻ്റെ വിഷുവിന് എന്തോ ഞാൻ എടുത്തു കൊടുത്ത ഷർട്ടാണ്. ഇത് രണ്ടുമാണ് ഞാൻ പിന്നെ സൂക്ഷിച്ച് വെച്ചത്. അവൻ്റെ പ്രായമുള്ളൊരു മോനുണ്ട്, അവൻ്റെ അച്ഛൻ്റെ പെങ്ങൾക്ക്. അവൻ കല്യാണം കഴിച്ച കാരണം മക്കളൊക്കെ വലുതായി. ഞാൻ അവിടെ ഒന്നും പോകാറില്ല. കാരണം അത് കാണുമ്പോൾ ഒരു സങ്കടമാണ്. നല്ലപോലെ ഭക്ഷണം ഇഷ്ടമാണ്, ഇറച്ചി മീനൊക്കെ നല്ലപോലെ ഇഷ്ടമാണ് മോന്. പക്ഷെ അവൻ പോയതിനു ശേഷം ഞാൻ ഇറച്ചി മീനൊന്നും ഇന്ന് വരെ കഴിച്ചിട്ടില്ല. സാങ്കേതിക വിദ്യകൾ ഇത്രമാത്രം പുരോഗമിച്ചിട്ടില്ലാത്ത 17 വർഷം മുമ്പുള്ള ആ കാലത്ത് ആ അമ്മയ്ക്ക് സ്വന്തം മകന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല, കാത്തിരുന്ന് കരഞ്ഞ് തളർന്നിരിക്കുന്ന ഈ അമ്മയ്ക്ക് ഒരേ ഒരു സന്തോഷം ഇനി ജീവിതത്തിൽ വരാനുള്ളത് സ്വന്തം മകനെ കാണുക എന്നുള്ള ആ ഒരു നിമിഷം മാത്രമാണ്. ആ ഒരു സന്തോഷം നൽകാൻ വേണ്ടിയെങ്കിലും പറ്റുന്നവർ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയെങ്കിലും ചെയ്യുക.